ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की स्तुति हो, परमेश्वर के नाम की आशीष हो. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിൽ നമുക്കൊന്ന് ചേരിക്കുവാൻ अनुग्रहीत इस आराधना सभा में एक साथ मिलकर हम लोग परमेश्वर की हुजूरी में बैठा, इसलिए धन्यवाद हो. ഇനിയും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, അരമണിക്കൂറേ ഉള്ളൂ. हम लोग सब ध्यान दे, आधा घंटा ही बाकी है. അടുത്ത വെള്ളിയാഴ്ച ചർച്ചയിൽ വെച്ച് പ്രാർത്ഥനയുണ്ടായിരിക്കും. अगले शुक्रवार को चर्च में प्रार्थना सभा होंगे. ചൊവ്വാഴ്ച നമ്മുടെ പപ്പായ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു പ്രാർത്ഥന വീട്ടിൽ വെച്ച് നടത്തുന്നതാണ്. എല്ലാവരും കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു. मंगलवार को पापा के लिए हम लोग घर पे एक ऐसा स्पेशल मीटिंग का आयोजन किया गया है. सब लोग आइए. പ്രാർത്ഥനയാണ് എല്ലാറ്റിൽ നിന്നും വിടുതൽ നൽകുന്നത്. प्रार्थना ही है हम सारे समस्या से हमें अलग करता है. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊന്നിച്ച് ഹോസ്പിറ്റലിൽ കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. पिछले दिनों में अस्पताल में एक साथ जाने के लिए परमेश्वर ने मौका दिया है. 2004 ഇതേപോലെയൊരു സ്റ്റേജിൽ എൻ്റെ പിതാവുമായി ഞാൻ കടന്നു പോയതാണ്. 2004 में पास्टर जी अपने पिता के साथ अस्पताल में इसी अवस्था से गुजरा थे. അപ്പം അതിൻ്റെ വേദനകളും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും എന്തായിത്തീരുമെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ഒരു ഗ്രാഹ്യം എൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം. तो परमेश्वर की दास की पिता के ज़रिए इन्हें पता है कि इसमें क्या हो सकता है, कितना दर्द हो सकता है, ये सब एक अंदाज़ा है. പക്ഷേ വൈദ്യശാസ്ത്രം എന്തെഴുതിയാലും അതിനെല്ലാം അപ്പുറം വ്യാപരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. मेडिकल साइंस कुछ भी बता दे, कुछ भी लिख दे, उससे ऊपर बढ़कर परमेश्वर की कलाम है. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലമുണ്ട്. तो हमें पता है कि जब मंदिर में अति पवित्र स्थान होता है, അവിടെ നിലവിളക്കില്ല, അവിടെ പ്രകാശം നൽകാനായിട്ടൊന്നും വെച്ചിട്ടില്ല. वहाँ पे कोई दिया जलने के लिए नहीं रखा गया है. പക്ഷെ അവിടെ ഇരിക്കുന്നത് ഈ ഫറവോന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടിയെ തളർത്ത വടിയാണ്. तो वहाँ पे एक चीज़ है, सिर्फ एक ही चीज़ है जो अहरोन की हाथ का छड़ी रखा गया. നമുക്ക് അഹരോനെ കുറിച്ചറിയാം, അവന്റെ കയ്യിലിരിപ്പ് ഒട്ടും ശരിയല്ലായിരുന്നു. हमें पता है कि अहरोन के बारे में उसके चाल चलन ठीक नहीं था. ദൈവത്തിന്റെ പ്രവാചകനൊക്കെയാണ്, പക്ഷേ ഈ സ്വർണ്ണമെടുത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനത്തെ ആരാധിക്കാനായിട്ട് കൊടുത്തയാളാണ് അഹരോൻ. तो अहरोन के बारे में हमें पता है कि सोना चांदी निकाल कर एक ऐसा एक मूर्ति बनाकर उसकी आराधना करने के लिए लोगों के कहने पर लोगों को मजबूर करने वाला व्यक्ति है. അതിനിങ്ങനെ ഒരു വാചകം കൊടുക്കാം, ഈ കയ്യിലിരിപ്പ് ശരിയല്ല. അപ്പോൾ ആ കയ്യിലിരിപ്പ് ശരിയല്ലാത്ത സംഭവത്തെ കൊണ്ട് ഇതിനകത്ത് കൊണ്ടുവച്ചു. तो उसके बारे में हम ऐसा एक बात बता सकते हैं, उसकी चाल चलन ठीक नहीं था, इसलिए ऐसा काम करवाया है. പിന്നെ രണ്ടാമതിരിക്കുന്നത് ഈ മന്ന ഇട്ട് വെച്ച പൊൻപാത്രമാണ്. तो दूसरा एक बर्तन में मन्ना का कुछ हिस्सा रखे हुए. അപ്പം ഈ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവർ മന്നായിക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തത്, പിറുപിറുത്തത്. तो वहाँ पे मन्ना जग सोने की बर्तन में रखा गया है. मन्ना के बारे में हमें पता है, आहार के लिए, भोजन के लिए इन लोगों ने गिड़गिड़ाया है. അപ്പോൾ അവരുടെ വായിലിരിപ്പ് ശരിയല്ല. तो उनकी जो मुंह से जो बात निकला है वो भी सही नहीं थे. അപ്പോൾ കയ്യിലിരിപ്പും ശരിയല്ല, വായിലിരിപ്പും ശരിയല്ല. तो चाल चलन भी ठीक नहीं है और जुबान से जो बात आते वो भी सही नहीं था. പിന്നെ ഇരിക്കുന്നത് നിയമപുസ്തകങ്ങളാണ്. फिर वहाँ पे किताबें रखा गया है. ഹൃദയത്തിൽ ഇരിക്കേണ്ടതാണ്. वो हमारी हृदय में होने वाली चीज है. ഈ ജനത്തെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ ദോഷമുള്ളതായിരുന്നു. तो ये लोगों के बारे में, इस्राएली लोगों के बारे में पता है कि परमेश्वर खुद कहता है इनका हृदय ठीक नहीं थे. അപ്പോൾ അവരുടെ ഹൃദയത്തിലിരിപ്പും ശരിയല്ലായിരുന്നു. तो उनका हृदय की जो बातें हैं, जो सोच विचार है, वो भी सही नहीं था. ഈ മൂന്ന്
സംഭവങ്ങളെയും കൊണ്ടാണ് ഈ അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ചത്. ये तीनों चीजों को लेकर अति पवित्र स्थान पे रखा गया है. പക്ഷേ അവിടെ നിലവിളക്കില്ല, ഒരു പ്രകാശവും ഉണ്ടാകാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. वहां पे कोई दिया नहीं है, कोई अंधेरा ही अंधेरा है, कोई रोशनी नहीं है. പക്ഷേ നിങ്ങൾ ഓർക്കണം, അവിടെ ഇറങ്ങി വന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. लेकिन हमें मालूम होना है कि वहां पे उत्तर आया है परमेश्वर की उपस्थिति. ഈ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യന് അനധികൃതമായിട്ട് കയറാൻ പാടില്ല, വ്യവസ്ഥ പ്രകാരമേ കയറാൻ പാടുള്ളൂ. जो व्यवस्था के अनुसार कोई भी उस जगह पे खड़ा नहीं हो सकता जो अनुचित रीति पे है. അപ്പൊ ഞാൻ ഇന്ന് പറയാം, നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിലും വായിലിരിപ്പ് ശരിയല്ലെങ്കിലും ഹൃദയനിരൂപണം ശരിയല്ലെങ്കിലും നമ്മുടെ മേലൊരു ദൈവത്തിന് നിയോഗമുണ്ടെങ്കിൽ, ഒരു ദൈവ തേജസ് നമ്മൾ ഇറങ്ങാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവിടെ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. देखिए, अगर हमारे चाल चलन सही नहीं है, बात सही नहीं, हृदय की विचारधारा सही नहीं है, तो भी अगर ऐसा एक जगह हम अपने आप को तैयार करके परमेश्वर को दे उसकी उपस्थिति उतरने का. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് നമ്മൾ എത്തപ്പെടുമെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി लेकिन വെളിപ്പെടും. ये सब कुछ सही नहीं है तो भी अगर एक मन फिराव की जगह अगर हमारे दिल के अंदर है तो परमेश्वर की उपस्थिति वहां पे आए. അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. इसलिए हम लोग शक्तिशाली रूप में उस विषय के लिए प्रार्थना करें. നമ്മളൊരു സബ്ജക്റ്റ് എടുത്ത് ഇങ്ങനെ ചിന്തിച്ചു വരികയായിരുന്നു. അതിന് ഇനി എത്രമാത്രം സമയം കിട്ടും എന്ന് എനിക്കറിയില്ല. ऐसा एक विषय के बारे में पिछले दिनों में हमने पढ़ा है, लेकिन अभी कितना समय उसके लिए मिलेंगे पता नहीं. വളരെ വേഗത്തിൽ നമ്മൾ ചിന്തിച്ച ഭാഗത്തിന്റെ ബാക്കി ഭാഗത്തെക്കുറിച്ച് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. मत्ती रचित सुसमाचार 24 अध्याय की ओर हम आए. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 24 का നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. 44 44 उसकी 44 24 का 44. നമ്മൾ ചിന്തിച്ചത് നനയാത്ത നാഴിക എന്ന ആ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. हम लोग ये सोचा था, विचार किया था कि जो घड़ी जो परमेश्वर की घड़ी है, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എല്ലാറ്റിനും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. सब कुछ के लिए सबके लिए एक समय रखा गया है. മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ചത് മുതൽ, അല്ലെങ്കിൽ ദൈവം ഈ ലോകത്തെയും അതിൻ്റെ ചരാചരങ്ങളെയും ചമച്ചത് മുതൽ എല്ലാറ്റിനും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. देखिए, परमेश्वर ने यहोवा ने इस दुनिया को रच लिया, उसके बाद हर चीज के लिए एक समय भी दिया गया है. നമുക്കറിയാം, പിതാവായ ദൈവം മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി തൻ്റെ ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഒരു കാലം, ഒരു സമയം വെച്ചിരുന്നു. ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു. तो हमें पता है कि पिता परमेश्वर ने अपनी इकलौता पुत्र को इस दुनिया में भेजने का भी एक समय था. उस सही समय पर वो इस पृथ्वी पे आए. ഞാനും നിങ്ങളും എല്ലാം ഈ ലോകത്തിൽ ജനിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സമയത്തെ ദൈവം ആക്കിയിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചത്. हम और तुम भी ऐसा ही इस दुनिया में आने का एक समय परमेश्वर ने निर्णय किया था, उसी समय पे हम भी आए हैं. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും സംഭവിക്കേണ്ടത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കും. हम जब इस दुनिया में जीते हैं, इस पृथ्वी में वास करते हैं, हमारे भी बीच में क्या क्या होना है वो भी सब समय पे हो जाएंगे. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തെ മാനുഷിക ഇടപെടലുകളിലൂടെ മാറ്റിമറിച്ച വ്യക്തിത്വങ്ങളുണ്ട്. तो लेकिन हमें पता है कि कला में ऐसा भी व्यक्ति है कि परमेश्वर की जो योजना को इंसान ने अलग किया है. മനുഷ്യന്റെ ദൈവവുമായിട്ടുള്ള ആ ഇടപെടലുകളിലൂടെ
ദൈവത്തിൻ്റെ സമയത്തെ ദൈവം മാറ്റിമറിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഇന്ന് നിങ്ങളുടെ മുൻപാകെ प्रस्ताविക്കുവാൻ തക്കവണ്ണം കർത്താവ് एक ऐसा व्यक्ति को प्रस्तुत करना चाहते हैं आप लोगों के बीच में कि एक परमेश्वर अपनी योजना को भी उस व्यक्ति के लिए बदल डाला है। വളരെ വേഗത്തിൽ യെശയ്യാ പ്രവചനം 38 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. यशायाह नबी की किताब 38 अध्याय की ओर हम अपने ध्यान को लेके आए। അതിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ उसकी एक पहला आयत हम पढ़ेंगे। അവിടെ പ്രവാചകനായിട്ടുള്ള യെശയ്യാവിനെ ഹിസ്കിയാവിന്റെ അടുക്കലേക്ക് അയക്കുന്ന ഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. हिजकिय्याह राजा के राज्य में वहाँ पे महल में यशायाह नबी को भेजने के लिए एक वक्त आ गया। എന്നിട്ട് യെശയ്യാ പ്രവാചകൻ ചെന്ന് ഹിസ്കിയാവിനോട് പറയുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, നിനക്ക് ഒരു കാരണവശാലും സൗഖ്യമുണ്ടാകത്തില്ല. तो वहाँ पे जाकर बीमार उस राजा को कहता है कि तुम अपना सब कुछ समेट ले, तुम्हारा समय खत्म होने वाला, कोई भी कारण तुम नहीं बचोगे। അവന്റെ പ്രാണനെ എടുക്കുവാനുള്ള സമയമായപ്പോൾ ദൈവം തന്റെ പ്രവാചകനെ അവന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. उसकी प्राण लेने से पहले परमेश्वर अपनी भविष्यवक्ता को वहां पे उनके घर पे भेजते। അവനോട് പറയുന്നു, നീ ക്രമപ്പെടണം, നീ ക്രമത്തിലാകണം, നിന്റെ സമയമായി, നീ മരിക്കാൻ ഉള്ള സമയമായി, നിന്റെ രാജഭരണത്തിൽ നീ എന്തെല്ലാം ക്രമീകരിക്കപ്പെടേണ്ടിയ മേഖലകളുണ്ടോ അവിടെയെല്ലാം നീ ക്രമീകരണം പ്രാപിക്കണം. तो उसको ये बात कहा गया है, जो भी आपको बदलना है, जो भी मन फिराना है, सब कुछ सही कर दे, क्योंकि तुम मरने वाला है। ഈ പ്രവാചകൻ ഈ ഹിസ്കിയാവിന്റെ അടുക്കൽ ചെന്ന് ഈ ദൂത് പറഞ്ഞു, നിന്റെ സമയമായിരിക്കുന്നു, ദൈവം നിന്റെ പ്രാണനെ എടുക്കുവാനുള്ള സമയമായി എന്ന് പറയുമ്പോൾ जैसे यहोवा ने उस भविष्यवक्ता को भेजा है, उसने वही चीजें वहां जाके बता दिया। പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത്? वहां पे उसके बाद क्या हुआ था? 2-ാം വാക്യത്തിൽ മനുഷ്യന്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം ദൈവത്തിന്റെ സമയത്തെ മാറ്റുന്നു. तो दूसरी आयत की ओर हम आते हैं 38 का। वहां पे इंसान ने, मनुष्य ने अपनी प्रार्थना के कारण परमेश्वर अपनी योजना को बदल डाला। ഈ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പ്രവചനം കേട്ട ഹിസ്കിയാവ് പെട്ടെന്ന് ഒരു പ്രാർത്ഥനയിലൂടെ ക്രമീകരണത്തിലേക്ക് വരികയാണ്. तो वहां पे दूसरी आयत में हिजकिय्याह राजा ने एक प्रार्थना परमेश्वर के सामने प्रस्ताव വളരെ किया। വേഗത്തിൽ 2-ാം വാക്യം വായിച്ചു. दूसरी आयत जरा पढ़ना। ഇവിടെ ശ്രദ്ധിച്ച, ഇവിടെ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന്റെ പ്രവചനം എന്ന് പറയുന്നത് പ്രവാചകൻ വന്ന് പറഞ്ഞത് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കണമെന്നാണ്. तो यहोवा ने उससे कहा तुम अपने सब कुछ ठीक कर दो, तुम अब नहीं जीने वाला। പക്ഷേ ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് എന്താണ്? लेकिन ये व्यक्ति किस प्रकार परमेश्वर की उपस्थिति में प्रार्थना करता है? ഞാൻ നിന്റെ മുൻപാകെ വിശ്വസ്തയോടുകൂടിയാണ് നടന്നത്. आज तक मैंने तेरे सामने विश्वास योग्यता के साथ चला। ഞാൻ അങ്ങയുടെ തിരുമുൻപാകെ വിശ്വസ്തയോടുകൂടെ നടക്കുമ്പോൾ ഞാൻ ഇപ്പം മരിക്കേണ്ടിയവനല്ല, എന്റെ മരണത്തെ മാറ്റിവെക്കണം എന്നൊരപേക്ഷ അവിടെ ഹിസ്കിയാവ് പറയുന്നു. वो अपनी विनती परमेश्वर के सामने करते हैं कि अगर मैं इसी तरह जिया हूं तो मेरी मृत्यु की जो समय उसको बदलना है। രണ്ട്, ഞാൻ മറ്റുള്ളവരെല്ലാം അന്യദേവന്മാരുടെ പുറകെ പോകുമ്പോൾ ഞാൻ അങ്ങയുടെ തിരുമുൻപാകെ ഏകാഗ്രതയോടുകൂടിയാണ് നടക്കുന്നത്. दूसरी बात उसने ये कहा, बाकी लोग सब अन्य देवताओं के पास, देवी देवताओं के पास जाते थे, तो मैंने ऐसा नहीं किया, तेरे ही सामने विश्वास योग्यता के साथ खड़ा रहा। ഇവിടെ ഹിസ്കിയാവ് പറയുന്ന ഈ ലോകത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, എൻ്റെ വിഷയമെന്ന് പറയുന്നത് ദൈവമാണ്. तो हिजकिय्याह राजा ने कहते परमेश्वर से, देखो इस दुनियादारी में मेरा कोई हिस्सा नहीं, मेरी सारी बातें तेरे साथ जुड़े हुए हैं। ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട്
ഹിസ്കിയാവ് കരയുകയാണ്. ये दो बात कहकर रो रो कर प्रार्थना करते थे. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളോട് വന്നിങ്ങനെ ഒരു ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രമീകരണം പ്രാപിക്കാൻ അയ്യോ ആരോടൊക്കെ പകയുണ്ട്, ആരോടൊക്കെ കോപമുണ്ട്, ആരോടൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം നമ്മൾ ക്രമീകരണം പ്രാപിക്കേണ്ടി വരും. देखिए, अगर हमारे साथ ऐसा होता, परमेश्वर आकर कहता है कि तुम अपनी जिससे मतलब जिससे तुम्हें क्षमा मांगना है क्षमा मांग ले, क्षमा करना है कर ले, सब कुछ करना है, कितनी सारी बातें हमें ठीक करना पड़ता है. പക്ഷേ ഇവിടെ ഈ ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ് രണ്ട് കാര്യം പറയുന്നത്, ഞാൻ അങ്ങയുടെ തിരുമുൻപാകെ വിശ്വസ്തയോടുകൂടിയാണ് ജീവിക്കുന്നത്. लेकिन हिस्किया राजा को ऐसा कोई भी चीज करने के लिए नहीं था. वो कहते हैं आज तक मैंने विश्वास योग्यता के साथ एक ही परमेश्वर तेरे साथ खड़ा है. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങളുണ്ടാകാം. मेरा अपने परिवार में जो ठीक करने की बात हो सकता है, പക്ഷേ ഞാൻ അങ്ങയുടെ തിരുമുൻപാകെ വിശ്വസ്തയോടുകൂടിയാണ് നിൽക്കുന്നത്. लेकिन तेरे सामने परमेश्वर में विश्वास योग्यता के साथ आज तक रहा है. ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ परमेश्वर के दास ने इस आयत को अच्छी तरह जब पढ़ा है, ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിന്റെ തിരുമുൻപാകെ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ ജീവിച്ച ഹിസ്കിയാവിന് ഒരു തലമുറയില്ലാതെ ഇരുന്നു, അവനൊരു തലമുറ ഉണ്ടാകണമായിരുന്നു. तो परमेश्वर के सामने ऐसा रहने वाला विश्वास योग्यता के साथ रहने वाला हिस्किया को एक पीढ़ी नहीं थी, बच्चे नहीं थे. ഇവിടെ പ്രവാചകൻ ചെന്നിട്ട് തിരിച്ച് ഈ ഹിസ്കിയാവിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. जब इस तरह की प्रार्थना यहोवा ने सुना है, उसके बाद जब भविष्यवक्ता बाहर चला गया था, അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ उसकी 5वीं आयत में हम पढ़ते हैं उस बात ഞാൻ को. നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. वहां पे परमेश्वर कहता, मैं तेरी प्रार्थना को सुनकर तेरी आंसू मैंने देखा है, നിന്റെ ആയുസ്സിനോട് ഞാൻ 15 സംവത്സരം കൂട്ടിത്തരും. इसलिए मैं तेरे आयु के साथ 15 साल और बढ़ा कर देना चाहता हूं. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ മരിച്ചു പോകുമെന്ന് പറഞ്ഞ പ്രവാചകൻ ഈ ഹിസ്കിയാവിന്റെ യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നിമിത്തം പെട്ടെന്ന് ദൈവം അവന്റെ സമയത്തെ മാറ്റി അവന്റെ പ്രാർത്ഥനയ്ക്ക് സമയത്തെ നീട്ടി നൽകിയിട്ട് അതേ പ്രവാചകനെ അവന്റെ അടുക്കലേക്ക് അയക്കുന്നു. देखिए, हमें पता है कि एक व्यक्ति आकर इस प्रकार कहने के बाद कितना दुख के साथ चला गया होगा, लेकिन उसी भविष्यवक्ता को जब ये प्रार्थना के बाद वापस बुला दिया गया है. എന്നിട്ട് അവന്റെ കണ്ണുനീര് കണ്ട ദൈവം അവന് 15 സംവത്സരം നീട്ടിക്കൊടുക്കുകയാണ്. देखिए, उसकी आंसू देखकर, उसकी प्रार्थना सुनकर उसने परमेश्वर ने 15 साल और बढ़ा कर दिया है. എന്ത് സംഭവിച്ചു? ആഹാബിന്റെ ഘടികാരത്തിൽ സൂര്യന്റെ ഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. वहां पे इस प्रकार कहते हैं कि जो घड़ी जो होती है, वो जो आगे की चलना चाहिए था, वो पीछे की ओर चलेगी. എങ്ങനെയാണ് പിന്നീട് അവൻ അവന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിയത്? तो उसने उसके बाद किस प्रकार अपने परिवार के साथ, लोगों के साथ जो एक मन फिराव की बातें किया है, ये हम देखेंगे. നിങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരുടെ പേര് പറയുമ്പോൾ ഹിസ്കിയാവിന്റെ മകനായ ആമോസ് അവൻ രാജത്വം ഏറ്റെടുക്കുമ്പോൾ 13 വയസ്സാണ്. देखिए, हम जब इतिहास की किताब में आते हैं, वहाँ पे ये लिखा है कि हिस्किया राजा की बेटा आमोस ने जब और राजा बना तब उन्हें 13 साल का था. എന്ന് പറഞ്ഞാൽ അവന് 15 സംവത്സരത്തെ ദൈവം നീട്ടിക്കൊടുത്തത് അവനൊരു തലമുറയുണ്ടാകണം, അവിടെ ഒരു ക്രമീകരണം പ്രാപിക്കണം എന്നുള്ളതായിരുന്നു. जब हमें पता है कि यहोवा ने उनके साथ एक 15 साल बढ़ा कर दिया, साथ साथ एक पीढ़ी को भी, बेटे को भी दे दिया. ഇന്ന് ഈ പകൽക്കാലം നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, ഈ പകൽക്കാലം ഒരു ക്രമീകരണം പ്രാപിക്കുവാൻ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഈ അനുഗ്രഹം ഞാൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഏകാഗ്രതയോടെ ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. समय हमारे सामने
ज़्यादा नहीं है, इसलिए जल्दी से अब एक निर्णय लेंगे हम अपने हृदय में, परमेश्वर तेरे सामने मैं विश्वास योग्यता के साथ आगे बढ़ूंगा और हालेलुया परमेश्वर मेरी और ध्यान लगा दे। ഒരു 1.5 മണിക്കൂർ നേരത്തെ മെസ്സേജാണ് ഈ ഒരു അരമണിക്കൂറിനെ തീർക്കുന്നത്. 1.5 घंटे की मैसेज है, ये आधा घंटे में खत्म कर रहे हैं। ഇന്ന് പകൽക്കാലം തീരുമാനിക്കാൻ പറ്റുമോ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രമീകരണം പ്രാപിക്കേണ്ടിയ മേഖലകളിൽ ക്രമീകരണം പ്രാപിക്കുവാനും ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കുവാൻ ഇന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു. अगर हम अपने आप से एक निर्णय ले सकते हैं, परमेश्वर तेरे सामने मैं जिस कार्य में कि जिस व्यक्तियों के साथ मेल मिलाप करना है परमेश्वर उन सब के साथ मैं अपनी परिवार की सारी चीज़ों को सही करता हूँ, ऐसा मेरी और आशीषें जो भी तूने मेरे लिए रखा है ഉള്ളിൽ പരമേശ്വർ. ഈ പകൽക്കാലം നമ്മൾ തീരുമാനിക്കുമെങ്കിൽ നാളുകളായി പിശാച് നമ്മളിൽ നിന്ന് അപഹരിക്കുന്ന തട്ടിക്കളയുന്ന നന്മകളെ കൃത്യസമയത്ത് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. अगर ऐसा निर्णय हम कर सकते, हमारे जीवन में कोई भी बात ऐसा शैतान ने रोक रखा है, वो सब अभी परमेश्वर हमारी प्रार्थना के कारण हो सकता നമ്മുടെ है. ജീവിതത്തിൽ വെച്ചിരിക്കുന്ന സമയങ്ങളെ മാറ്റുന്ന ഒരു പ്രാർത്ഥന ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ഉയരട്ടെ. हमारे बीच में जो परमेश्वर ने रखा हुआ उस समय को बदल डालने वाले एक प्रार्थना को हमारे जुबान से निकले. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. सारे आंखें को बंद कर दे. എല്ലാ അധരങ്ങളും ദൈവസന്നിധിയിൽ തുറക്കട്ടെ. हम अपने जुबान को खोले. ഒരു ഹിസ്കിയാവിന് ദൈവം ആയുസ്സിനെ നീട്ടി നൽകിയെങ്കിൽ, अगर एक हिजकिय्याह राजा को परमेश्वर ने 15 साल की आयु बढ़ा कर दिया है, तो അവന്റെ ആയുസ് തീർക്കുമെന്ന് നിർണയം വെച്ചിരുന്ന സമയത്തെ उसकी आयु खत्म हो जाएंगे ऐसी जब निर्णय लिया गया था, അവന് പ്രാണനെ ദൈവം നീട്ടിക്കൊടുക്കുകയും അവന് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം നൽകിയെങ്കിൽ, ऐसा उनके जीवन में आशीषों को भी दिया और एक बेटे को भी दिया, आशीषों को भी दिया है. ഈ तो പകൽക്കാലം പിശാച് നിന്റെ മേൽ വെച്ചിരിക്കുന്ന സകല നിർണയങ്ങളെയും മാറ്റി ദൈവത്തിന്റെ സമയം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. आज जो भी शैतान ने आपके रोक रखा है वो सब कुछ ठीक करने के लिए आपका प्रार्थना ही काफी है. സമയങ്ങളെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. समय को बदल डालने वाला प्रार्थना की शक्ति अभी उठ जाए. നിന്റെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന വേദനകൾക്കകത്ത് നിന്ന് നീ പുറത്തു വരുന്ന ഒരു സമയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ പകൽക്കാലം ഉയരട്ടെ. चाहे कोई भी बात आपको पीछे लेकर जाता है, आपको मन में हालेलुया दुख के साथ आपकी सोच विचार में रखा है, वो सब चेंज हो जाएंगे. മെഡിക്കൽ സയൻസുകളെ ഇല്ലാതെയാക്കി നീ ജീവൻ പ്രാപിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ശബ്ദം ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. मेडिकल साइंस की बातें अधूरा करके परमेश्वर अपनी निर्णय को बदलने वाला प्रार्थना आज उठे. നിന്റെ ഭാവിയെ തട്ടിത്തെറിപ്പിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇല്ലാതാക്കി അതിന്റെ മേൽ ഒരു സമയം ഈ പകൽക്കാലം നിന്റെ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടട്ടെ. आपके भविष्य को खत्म करने वाली बातों को सब आज एक प्रार्थना के कारण बदल डाले. സമയങ്ങളെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥന ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടായി. पर समय को बदलने वाला एक प्रार्थना हिजकिय्याह ने अपनी जुबान से निकाला. അടയാളങ്ങളോട് കൂടെ ദൈവം അവന്റെ പ്രാണനെ അവനെ മടക്കി നൽകി 15 സംവത്സരം. 15 साल उन्हें वापस दे दिया और लक्षण के साथ दिया. അവൻ ക്രമീകരണം പ്രാപിക്കേണ്ട മേഖലകളിലെല്ലാം ദൈവം അവന് വേണ്ടി എല്ലാം നൽകി കൊടുത്തു. वो जिसने भी जिस जगह पे उसने मन फिराव करना था वो सब उसने करवा दिया. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളെയും ദൈവം സന്ദർശിക്കാൻ സമയമായി. ऐसा अगर ऐसा है तो आपको भी परमेश्वर मौका देना चाहते हैं. ഇത് ദൈവത്തിന്റെ സന്നിധിയാണ്. ये परमेश्वर की उपस्थिति ഈ है. ദൈവ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ अगर परमेश्वर की उपस्थिति में हम നമ്മുടെ बैठते हैं, പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. हमारी प्रार्थना को सुनने वाला एक നമ്മുടെ परमेश्वर അപേക്ഷകളെ है. കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. हमारी विनती को सुनने वाला നമ്മുടെ एक परमेश्वर കണ്ണുനീരിനെ है. കാണുന്ന ഒരു ദൈവമുണ്ട്. हमारे आंसुओं को देखने वाला एक അവൻ परमेश्वर നിനക്ക് വേണ്ടി है. ഒരു സമയം വെളിപ്പെടുകയാണ്. अब उसके लिए हम समय നിന്റെ ജീവനെ മടക്കി നൽകുന്ന ദൈവപ്രവൃത്തി, हाँ आपके जीवन को बदलने वाले एक परमेश्वर की योजना, നിനക്ക് ലഭിക്കേണ്ടതിനെ നൽകുന്ന ദൈവപ്രവൃത്തി, आपको जो मिलना है वो सब देने वाला एक परमेश्वर की काम. ആ സമയം ഈ പകൽക്കാലം നിനക്ക് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. परमेश्वर उस समय को आपके सामने प्रकट करना चाहते हैं.
आमीन। ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया। ഒരു നിമിഷം കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. आप लोग सब आंखें बंद करके प्रार्थना करें। പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയുന്നു, पवित्र आत्मा बहुत अच्छी तरह बोल रहे ഈ हैं। പകൽക്കാലം ദൈവം നിന്നെ തൊടാൻ പോകുകയാണ്. परमेश्वर आपको छूना चाहते हैं। ഈ പകൽക്കാലം ദൈവം നിന്റെ വിഷയത്തെ തൊടാൻ പോകുകയാണ്. परमेश्वर आपकी जो भी विषय है उसमें छूना चाहते हैं। നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ച വിഷയത്തിന് ഈ പകൽക്കാലം ദൈവം ഒരു മറുപടി നൽകാൻ പോകുകയാണ്. आपकी आंखों से आंसू जिस बात के लिए निकले वो सब ठीक करने वाला है। ഒരുപക്ഷെ നിന്റെ പ്രാണന വെല്ലുവിളിയായി നിൽക്കുന്നതാകാം. वो आपकी प्राण को हालेलुया चुनौती देने वाला बात हो सकता അതൊരുപക്ഷെ है। നിന്റെ ഭാവിക്ക് വെല്ലുവിളിയായി നിൽക്കുന്നതാകാം. वो चुनौती आपके भविष्य के सामने खड़े हो सकता അതൊരുപക്ഷെ है। നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ടതാകാം. वो हो सके आपकी पीढ़ी के ऊपर हो सकता है। ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞതിനെ ദൈവം ആമേൻ. നീട്ടി നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ये नष्ट हो गया ऐसा कहने वाले बात को परमेश्वर अभी ठीक करने നീ वाला है। നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. परमेश्वर कभी उसको नष्ट नहीं होने നിന്റെ देंगे। പ്രാണനില്ലാതെയായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. आपका प्राण को कभी भी खत्म नहीं നീ ഒരു करवाएगा। രോഗിയായി കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. परमेश्वर नहीं चाहते आप एक रोग की अवस्था में നിന്റെ पड़े। ഭാവി ഇല്ലാതെയാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. आपकी भविष्य को खत्म करने वाले कोई भी നിന്റെ बात തലമുറയുടെ ഭാവി ഇല്ലാതാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. आपके जो पीढ़ी है उसकी भविष्य को खत्म ആ करने वाला कोई भी ദൈവത്തിന്റെ बात ना സമയം हो। ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ മേൽ നീട്ടുകയാണ്. वो समय परमेश्वर ने आपके सामने आज लेकर आए हैं। അതെത്ര തടസ്സമുള്ള വിഷയമാണെങ്കിലും चाले वो कितना भी गंभीर मामला है, അത് നിന്നെ കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കാത്തതാണെങ്കിലും आपका बस का नहीं हो सकता है। ഈ ये പകൽക്കാലം ദൈവത്താൽ അത് സാധ്യമാണ്. ये परमेश्वर की ओर से ये संभव है। മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യം. इंसानों से मनुष्य से ये असंभव है, लेकिन परमेश्वर से संभव है। അതുകൊണ്ട് ദൈവത്തിന്റെ സമയങ്ങളെ തിരുത്തി കുറിക്കുന്ന പ്രാർത്ഥനകൾ ദൈവസഭയ്ക്കകത്ത് ഉയരട്ടെ. इसलिए उस तरह की प्रार्थना परमेश्वर की मंदिर में उठे। हालेलुया, परमेश्वर के समय को बदल डालने वाले। ഒരു രാജ്യത്തെ മുഴുവനായി ദൈവകോപത്തിൽ ഒടുക്കിക്കളയാൻ ദൈവം പ്ലാൻ ചെയ്തു. एक पूरा देश को खत्म करने के लिए परमेश्वर ने योजना बनाया। അതിനുവേണ്ടി ഒരുവനെ ദൈവം നിനവയിലേക്ക് അയച്ചു. एक व्यक्ति को निनेवे देश में भेज പക്ഷേ दिया। നിനവയിലേക്ക് പോകേണ്ടിവൻ തർശീശിലേക്ക് പോയി. लेकिन वो व्यक्ति निनेवे की जगह तरशीश नामक जगह में चले गए। അവനെ കപ്പലിൽ നിന്നെടുത്ത് സമുദ്രത്തിലിടുമ്പോൾ അവിടെ അവൻ തീരേണ്ടതാണ്. उसको नाव से उठाकर समुद्र की ओर फेंका गया, तब वो वहां खत्म हो सकता था। പക്ഷേ അവൻ സമുദ്രത്തിൽ വീഴുമ്പോൾ അവന് വിഴുങ്ങുവാൻ തക്കവണ്ണം ദൈവം കടലാനിയെ ആക്കി. वो जब भी उसको उठाकर फेंक दिया गया है तो उसको हजम करने के लिए ऐसा एक मत्स्य को परमेश्वर ने रखा है, मछली को। കടലാനിയുടെ വയറ്റിൽ ഇവന് ശ്വസിക്കുവാനുള്ള വായുവുണ്ട്. वहां पे उस तरह की बड़ी मछली को अंदर पेट के अंदर इसकी ऑक्सीजन भी दिया गया। ദൈവത്തിന് എത്ര കൃത്യമായ ടൈമിംഗ് ആണ്. परमेश्वर का कितना सही समय था। യോനായുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ടൈമിങ്ങുകൾ എത്ര വലുതാണ്. योना की जीवन में परमेश्वर ने जो समय दिया कितना बहुमूल्य था। അവനെ നേരെ നിനവയിലേക്ക് കൊണ്ടുവന്നു. सीधे उस मछली ने निनवे की ओर लेके गया। പ്രസംഗിച്ചു, ഇനിയും ഇവിടെ ദൈവത്തിന്റെ കോപം ഇറങ്ങാൻ പോകുകയാണ്. वहां पे प्रचार किया, उस प्रकार परमेश्वर की वाणी को सुनाया। ഈ ദേശം നശിച്ചു പോകും. ये देश खत्म हो जाएंगे। ഇതിനു മുൻപ് ദൈവത്തിന്റെ കോപത്തിൽ വെന്തുപോയ ഒരു പട്ടണമുണ്ട്, ഒരു രാജ്യമുണ്ട്. इससे पहले एक ऐसा शहर है जो परमेश्वर की अग्नि के साथ खत्म हुआ है। അതിന്റെ പേരാണ് സോദോം ഗോമോറ. उसका नाम है सोदोम और गोमोरा। അതേപോലെ ഈ ദേശവും നശിക്കാൻ പോകുകയാണെന്ന് പ്രവചനം വന്നു. उसका भविष्यवक्ता ने उस प्रकार बात किया, योना ने, उसी तरह ये भी देश खत्म होने वाला है। പക്ഷേ ആ രാജ്യത്തുള്ള രാജാവ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ആബാലവൃത്തം 3 ദിവസം ദൈവസേനയിൽ ഉപവസിക്കാൻ തുടങ്ങി. लेकिन उस राज्य के लोगों को, राजा को सब ये बात जब पता चला, उसने उपवास किया है। ദൈവത്തിന്റെ കോപം വിട്ടുമാറി ആ ദൈവകോപത്തിൽ നിന്ന് അവർ മാറിപ്പോയി. उस परमेश्वर की उस हालेलुया कोप क्रोध से बच गया है। ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് പറയുന്നു,
നിന്റെ മേൽ പിശാച് കൊണ്ട് ഇട്ട് Oh, വെച്ച yes, hallelujah. ചില സമയങ്ങളെ പരിശുദ്ധാത്മാവ് തിരുത്തി കുറിക്കാൻ പോകുകയാണ്. आज पवित्र आत्मा इस बात को कहते हैं आपके ऊपर भी ऐसा समय जो परमेश्वर देने वाला है. ഒരു ഹിസ്കിയാവിന്റെ സമയത്തെ ദൈവം മാറ്റിയതുപോലെ हिजकिय्याह के जग समय को बदल डाला है. ദൈവത്തിന്റെ ടൈമിംഗ് യോനയിൽ വെളിപ്പെട്ടതുപോലെ परमेश्वर की समय योना के ऊपर प्रकट हुआ है. तो നിനവയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ निनवे राज्य में परमेश्वर की प्रवृत्ति काम हुआ പ്രാർത്ഥിക്കുന്ന है. നിനക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സമയം വെളിപ്പെടാൻ പോകുകയാണ്. प्रार्थना करने वाला आपको परमेश्वर की काम योजना प्रकट होने वाला है. അത് ഈ പകൽക്കാലം പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. वो सब प्राप्त करने के लिए परमेश्वर आप सबको सहाय करे, इसलिए हम लोग प्रार्थना करते हैं. നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आशीष दे. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. आप सब जानते हैं कि नहीं, ये परमेश्वर की दास की बर्थडे भी है आज. ഞാൻ ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. परमेश्वर को सबसे पहले धन्यवाद करते हैं. ഇത്രയും പ്രായം വരെ ദൈവം എന്നെ നടത്തിയത് കൊണ്ട് इतना समय तक आयु तक परमेश्वर ने दिया है. ഇന്നലെ ഏതാണ്ട് 1 മണി 1:30 ആയപ്പോഴാണ് ഞാൻ കിടന്നത് വെളുപ്പിനെ. कल भी 1:30 बजे सोया है. എൻ്റെ പടലിയുടെ പുറമൊക്കെ ഇങ്ങനെ രക്തം വന്ന് നിൽക്കുന്നത് പോലെ ചുമന്നിരിക്കുകയായിരുന്നു. गर्दन के पीछे की हिस्सा पे अभी भी लाल निशान है. ബൈബിൾ കോളേജിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം രാത്രി ദൈവം കൃപ നൽകി. बाइबल कॉलेज के कुछ काम करने के लिए परमेश्वर ने सहायता मदद किया है. രാവിലെ 4:30 എഴുന്നേറ്റതാണ്. 1:30 കിടന്നിട്ട് 4:30 എഴുന്നേറ്റു. तो 1:30 बजे सोया, उसके बाद 4:30 बजे फिर से उठा. പിള്ളേരെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ടാണ് ആരാധനയ്ക്ക് വന്നത്. तो बच्चों को लेकर रेलवे स्टेशन में छोड़ के आया, फिर आराधना में आया. ഒരുപാട് നിൽക്കരുത്, ഒരുപാട് നടക്കരുത് എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഡോക്ടർ ദൈവകൃപയാൽ ഇത്രയും നിൽക്കാൻ ദൈവം കൃപ നൽകി. डॉक्टर ने तो ऐसा बोला है, कभी ज़्यादा खड़ा नहीं होना है, कभी चलना नहीं है. ആരെല്ലാം വിട്ടിട്ട് പോയാലും ഇന്ന് വരെയും ദൈവം വിട്ടിട്ട് പോയിട്ടില്ല. कोई भी छोड़ के चले गए, लेकिन परमेश्वर आज तक नहीं छोड़ा है. ഇതുവരെയും പ്രാർത്ഥിച്ച നിങ്ങളോടെല്ലാം ദൈവനാമത്തിൽ നന്ദി പറയുന്നു. अभी तक जितने लोगों ने प्रार्थना की है, सबको परमेश्वर आशीष दे. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, മോശയുടെ ആത്മാവ് 70 പേർക്ക് വീതിച്ചു കൊടുത്തു. तो पिछले दिनों में जब प्रार्थना कर रहा था, तो परमेश्वर ने कहा है कि मूसा की जो आत्मा 70 लोगों के ऊपर परमेश्वर ने बांटने के लिए, बंटवारा करने के लिए कहा गया. അവരെ കൊണ്ട് ആരെ കൊണ്ട് മോശയ്ക്ക് ഒരു ഉപദ്രവം ഉണ്ടായില്ല. उन लोगों से कभी भी मूसा को कोई हानि नहीं हुई. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് പകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ഉപകാരമാണ്. तो इसलिए परमेश्वर की दास ने सोचा, मैं भी इसी तरह बांटना चाहता हूँ. ആ ഒരു ആത്മപ്രേരണയിലാണ് നമ്മുടെ ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ തക്കണം ആഗ്രഹിച്ചത്. उस योजना को रखते हुए बाइबल कॉलेज की जो बातें परमेश्वर की दास के दिल में आए. ഇപ്പോൾ ടിറ്റച്ചാൻ പറഞ്ഞല്ലോ, ജാർഖണ്ഡിൽ ഇവരെല്ലാം കൂടെ പോയതാണ്. അവിടെ ഒരുപാട് ദൈവദാസന്മാർ പഠിക്കാനുണ്ടായിരുന്നു. तो झारखंड में, जैसी मैंने कहा है पहले भी, झारखंड में हमने देखा काफ़ी सारे लोगों के पास 150 से 200 से अधिक विश्वासी लोग हैं, लेकिन कोई डिग्री नहीं, कोई पढ़ाई नहीं है. അതുകൊണ്ട് അവിടെ നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന നമ്മളോട് കൂട്ടത്തിലുള്ളതുമായിട്ടുള്ള പ്രിയ കർത്താവിൻ്റെ ദാസൻ ബർണബാസിനെ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം ചുമതലപ്പെടുത്തി ചെയർമാനായിട്ട് अपॉइंटमेंट ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. तो परमेश्वर की दास बर्नबास पास्टर है, रांची का है, लेकिन काफ़ी समय से वो झारखंड में रहते. उन्हें एक अगुवाई की तरह लगाकर, अगुवे की तरह लगाकर परमेश्वर ने ये दिया है बांटने के लिए. ഞാൻ വിശ്വസിക്കുന്നു, ഞാനിങ്ങനെ പകത്ത് കൊടുക്കുന്ന പോലെ ആ കർത്താവിൻ്റെ ദാസനും ജാർഖണ്ഡിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോരുത്തരെ വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തും. जैसे परमेश्वर की दास ने बर्नबास पास्टर को जो बांट की दिया है, उसी तरह और झारखंड की काफ़ी सारे पास्टरों को बांटने के लिए वो भी तैयार हो जाएंगे. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോരുത്തരെ നിയമിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുക. ऐसा हर एक स्टेट में एक एक व्यक्ति को
ये सारी जिम्मेदारी देना चाहता हूँ। അങ്ങനെ പകർത്തു കൊടുക്കുക മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. लेकिन ये सारी बातें जब प्रार्थना की द्वारा ही हो सकता है, जब बांटते हुए देने से भी नहीं, प्रार्थना करना है। പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ആരും കള്ളം പറയരുത്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെന്ന് പറയണം, പ്രാർത്ഥിച്ചെങ്കിലേ പ്രാർത്ഥിച്ചെന്ന് പറയാവുള്ളൂ. तो प्रार्थना के समय जब आते आप लोग झूठ नहीं बोलना है। अगर प्रार्थना किया है तो किया है, नहीं किया है तो नहीं किया, ऐसा बोल सकते। എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടവിടാതെ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. लेकिन चाहे कुछ भी हो, आप लोगों के लिए रात दिन रात मैं प्रार्थना करता हूँ। അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ചലനങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവ് എനിക്ക് തരും. അതത് സമയത്ത് ഞാൻ നിങ്ങളെ വിളിക്കുകയും ചെയ്യും. तो इसलिए परमेश्वर ने आपकी हर खड़ी की बातें परमेश्वर के दास को बताता है, उसी समय आपको फोन किया जाएगा। അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. इसलिए आप लोग भी परमेश्वर की इस तरह की काम के लिए प्रार्थना करें। കർത്താവ് നിങ്ങളെ എല്ലാവരെയും ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. परमेश्वर आप सबको आशीष दे, ऐसा प्रार्थना करता हूँ। കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ എമർജൻസി ഒന്ന് നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. परमेश्वर की आगमन अगर देरी है तो जल्दी से केरल की ओर जाना चाहते हैं। കേരളത്തിൽ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ച് ഓപ്പൺ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുന്നുണ്ട്. केरला में कोनी नामक जगह पे एक चर्च का उद्घाटन करना चाहते हैं। അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. आप लोग उस काम के लिए भी प्रार्थना करें। ഓക്കെ, അപ്പം ഇനിയും പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല എന്ന് ഓർക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന നിയോഗത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദൂത് നിങ്ങളോട് പറയുകയാണ്. പിശാച് നിങ്ങളുടെ മേൽ നശിപ്പിക്കും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന സമയത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ദൈവം മടക്കി പിടിക്കാൻ പോകുകയാണ്. एक और बार पवित्र आत्मा की उस वाणी को बताना चाहते हैं। शत्रु जो शैतान आपके समय को खत्म करेंगे, सही समय पे आपके आशीषों को रोक डालेंगे, ऐसा समय रखा गया है, तो उसके लिए आपको प्रार्थना करना है। അതൊരു പക്ഷേ നിങ്ങളുടെ പ്രാണനുമായി ബന്ധപ്പെട്ടതാകാം, वो आपकी प्राण को लेकर भी हो सकता है। ഒരു പക്ഷേ നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാകാം, ये हो सकता है कि आपकी आर्थिक विषय के ऊपर हो सकता അതൊരു है, പക്ഷേ നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയം, आपके भविष्य के बारे में भी हो सकता है, നിങ്ങളുടെ തലമുറയുമായി ബന്ധപ്പെട്ട आपके വിഷയമാകാം, पीढ़ी के भी ऊपर ये बात हो നിങ്ങളുടെ सकता है, ജോലിയുമായി ബന്ധപ്പെട്ട आपकी വിഷയമാകാം. कामों की नौकरी के ऊपर भी हो सकता है। ഇവിടെ തീർന്നു, ഇവിടെ അവസാനിച്ചു എന്ന് പറയുന്ന നിമിഷത്തിനകത്ത് ദൈവത്തിന്റെ സമയം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. शत्रु कहेंगे यहाँ के खत्म हो गए, यहाँ खत्म हो गया, लेकिन परमेश्वर का एक योजना वहाँ पे भी हमारे सामने दिखाई दे। അതുകൊണ്ട് ഈ ആഴ്ചവട്ടക്കാലം ആ ദൈവത്തിന്റെ സമയം നിങ്ങളുടെ മേൽ ദീർഘമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവ്വ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. तो आपका उस सारे आशीषे परमेश्वर आपके ऊपर उंडेले, इसलिए प्रार्थना करते हैं। और सही समय पे आपकी जो भी रुकावटें जो शत्रु ने और रोक रखा है वो सब ठीक होने के लिए प्रार्थना करते हैं। इसकी और इस वचन के साथ परमेश्वर हम सबको आशीष दे। अभी प्रार्थना करके हम आज की जो सफा आराधना जो है ख़त्म हो करते हैं। हमारे आसमानी खुदा परमेश्वर, हम तेरी स्तुति करते हैं। परमेश्वर तूने हमारे जीवन में क्या कुछ ना दिया, परमेश्वर गिन गिन कर स्तुति करे तो कब तक करे, कितना करे, अनगिनत भलाई हमारे जीवन में तूने हमें दिया है। उस सारे बातों के लिए धन्यवाद हो। एक एक योजना हमारे बारे में जो भी है परमेश्वर के दास के द्वारा हमें प्रकट करवाने के लिए जो दिया गया उसके लिए सब धन्यवाद करते हैं। खास करके अरुण की पापा को तेरे हाथों में सौंप देते। अब मेरलिन को पास्टर जी को भी, और वो जब गाँव जाएंगे उनकी सारी बातों को, यात्रा को, सफ़र को लेकर हम प्रार्थना करते हैं। एक एक प्रत्येक व्यक्ति को तेरे हाथों में सौंप देते। यीशु मसीह के नाम में मांगते, सुनो और कबूल कर प्रभु। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह, पवित्र आत्मा की संगति और सौभाग्यता हम सबके साथ, दुनिया के अंत तक के संतों के साथ भी आज से लेकर परमेश्वर यीशु के द्वारा आगमन तक होते रहे। आमीन। यीशु मसीह के द्वारा जय देने वाला उस महान परमेश्वर को हालेलुया, हालेलुया, हालेलुया। यीशु मसीह तू जल्दी आ। परमेश्वर आप सबको आशीष दे। इसी कमिंग
हफ्ते में भी आप लोग प्रार्थना करिएगा। हालेलुया। परमेश्वर आप